ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ കുറേ സമയം അതിനു വേണ്ടി കളയേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്ററിൻ്റെ ആ വീഡിയോസ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് ഇന്നത്തെ പുതിയൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ളവർ വരട്ടെ, അപ്പോഴേക്ക് ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. A roller of weight 60 kilogram rest on smooth inclined plane. Work out tension and reaction. ഒരു റോളർ ഉണ്ട്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിൽ നിൽക്കുകയാണത്. അതിനൊരു കയർ വെച്ച് കെട്ടിയിട്ടാണ്. ആ റെഡ് കളർ കാണിക്കുന്നത് ഒരു സ്ട്രിങ് ആണ്. ഇത് ഒന്ന് എഴുതി വെച്ചോ, അപ്പോഴേക്ക് ബാക്കിയുള്ളവരും കൂടി വരട്ടെ. ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിൽ തന്നെ വരക്കാം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഫോഴ്സിനെയൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. റൈറ്റ് സൈഡ് കാണുന്ന ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നേ ഉള്ളേ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതായിരുന്നു. അത് ഈ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ഉള്ളതല്ല. ആംഗിള് ഇവിടെ 15 ഡിഗ്രി ഈ ഇത് തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ ചെറിയൊരു ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അവിടെ എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി 15 ഡിഗ്രി എന്ന് എഴുതുകയാണ്. നിങ്ങൾക്ക് അവിടെ എഴുതാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ എഴുതിക്കോ. അതുപോലെ തന്നെ ഇത് 45 ഡിഗ്രി. ഈ ഒരു സ്പേസ്, രണ്ട് ആംഗിൾസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇനി തൊട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് മെത്തേഡിലാണ് ചെയ്തു തീർക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഒത്തിരി സമയം നമ്മൾ റഫായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിലാണല്ലോ കിട്ടുക എന്തായാലും. അങ്ങനത്തെ കേസസിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഫിഗർ ഒന്ന് റഫായിട്ടായിട്ട് നിങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സസ് ഏതൊക്കെയാണ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഉള്ളത് ഇതിന്റെ വെയിറ്റ് തന്നെയാണ്. വെയിറ്റ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? കുത്തനെ താഴത്തേക്കായിരിക്കും അല്ലേ? വെയിറ്റ് വിൽ ബി ഓൾവേസ് ഡൗൺവേർഡ്. ആൻഡ് വെയിറ്റിന്റെ വാല്യൂ തന്നിട്ടുള്ള 60 കിലോഗ്രാം ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായി വെയിറ്റിന്റെ ശരിക്കുള്ള യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അപ്പോൾ എന്താണ്? വെയിറ്റ് അല്ല.
പകരം എന്താ വന്നിട്ടുള്ളത്? 60 കിലോഗ്രാം എന്ന് പറയുന്നത്. കിലോഗ്രാം ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ് അല്ലേ? അപ്പം നമുക്ക് വേണ്ടത് വെയിറ്റ് ആയിരുന്നു. വെയിറ്റ്, WIGHT. വെയിറ്റ് എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എ ഫോഴ്സ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എനിക്കറിയാം, എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വെയിറ്റിന്റെ യൂണിറ്റും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ യൂണിറ്റ് വരുന്ന സാധനങ്ങളൊക്കെ എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ഭൂമിയുടെ ജി അല്ലേ ആക്ട് ചെയ്യുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം മാസ് എനിക്ക് തന്നിട്ടുണ്ട് 60 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9.81. സോ വെയിറ്റ് വിൽ ബി ഈക്വൽ ടു ഹൗ മച്ച്? 60 into 9.81. എന്താ വാല്യൂ? അയ്യോ, 60 into 9.81. ഓൾവേസ് നിങ്ങളും എൻ്റെ കൂടെ തന്നെ ചെയ്തു നോക്കുക, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. 60 into 9.81, 4 തന്നിട്ടുണ്ടായിരുന്നില്ല, പോയി. 588.6. ഓക്കെ, ധ്യാൻ ബിജു, താങ്ക് യു. 588. അത് 588.6, അത്രയും ന്യൂട്ടൺ. അപ്പോൾ ഒന്നാമത്തെ കോൺസെപ്റ്റ് അതാണ്. ഓക്കെ, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് എന്നൊക്കെ പേരും പറഞ്ഞിട്ട് 60 കിലോഗ്രാം എന്ന് വരും. അപ്പോൾ കിലോഗ്രാം ഈസ് ഓൾവേസ് ദ യൂണിറ്റ് ഓഫ് മാസ്, നോട്ട് ദ വെയിറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 16 ഒരിക്കലും ഇവിടെ എഴുതരുത്. 60 ന്യൂട്ടൺ എന്നൊന്നും എഴുതി വെക്കരുത്, തെറ്റാണ്. അതിന് പകരം എന്താക്കണം? നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ള. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ. വെയിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എ ഫോഴ്സ്, ബിക്കോസ് വെയിറ്റിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ്. സോ മാസ് എനിക്ക് തന്നിട്ടുണ്ട് 60 കിലോഗ്രാം ആൻഡ് ഇൻറ്റു 9.81 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ 588.6 ന്യൂട്ടൺ കിട്ടി. സോ അത് വേണം ഞാനിവിടെ എഴുതാൻ. സോ ഹിയർ 588.6 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ്. നെക്സ്റ്റ് വേറെ എന്ത് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഫോഴ്സായി. എല്ലാ സാധനത്തിനും ഒരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഓൾവേസ് വിൽ ബി ആക്ടിങ് അപ്പോൺ ഡൗൺവേർഡ്സ്. സോ അതും നമ്മൾ മാർക്ക് ചെയ്യും. നെക്സ്റ്റ് ഇനി എന്ത് ഫോഴ്സ് ആണുള്ളത്? ഇത് റോളർ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടാണോ ഉള്ളത്? അതെ, എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പ്ലെയിനിൽ ടച്ച് ചെയ്തിട്ടാണുള്ളത്. ഈ ഒരു റിജിഡ് പ്ലെയിനിൽ, അതായത് യെല്ലോ കളർ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഈ ഒരു റിജിഡ് പ്ലെയിനിൽ, അതെ ഈ ഒരു റിജിഡ് പ്ലെയിനിൽ ടച്ച് ചെയ്തിട്ടാണ്. സോ ഒരു ബോഡി വേറൊരു ബോഡീനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ദർ വിൽ ബി എ റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? കറക്റ്റ് ഇതിന്റെ സെന്ററിലേക്കായിരിക്കും. എല്ലാ ഫോഴ്സസും ഈ റോളറിന്റെ സെന്ററിലേക്കായിരിക്കും എപ്പോഴും വരിക. ഓക്കെ, സെന്ററിലേക്കും ആയിരിക്കും. നമ്മൾ ഈ ടച്ച് ചെയ്ത ബോഡി അങ്ങോട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ടച്ച് നമ്മൾ ഏത് പ്ലെയിനാണോ ടച്ച് ചെയ്തത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, സോ ദിസ് വിൽ ബി റിയാക്ഷൻ ആർ. ഒരു R1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഫസ്റ്റ് റിയാക്ഷൻ എന്നോ. ഇനി R1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം ഇവിടെ ഒരു റിയാക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. സോ ഞാനിപ്പോൾ അടുത്ത ഫോഴ്സും കൂടി വരച്ചു. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നോക്കി വെക്കണേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു ഫോഴ്സ് ആയാലും
ഞാൻ പറഞ്ഞത് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് സെന്ററിൽ കൂടെ പോകും. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് വിൽ ബി പാസിങ് ത്രൂ ദ സെന്റർ ഓഫ് ദ സ്പിയർ. നമുക്ക് തന്നിരിക്കുന്ന റോളറിന്റെ സെന്ററിൽ കൂടെ എന്തായാലും ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ സാധനം പോകുള്ളൂ. സോ അതും ക്ലിയർ ഓക്കെ ആണെന്ന് വിചാരിക്കും. നമ്മൾ ആ ഒരു കോൺസെപ്റ്റും നോക്കി. ഇനി അനദർ ഫോഴ്സ്, എന്ത് ഫോഴ്സ് ബാക്കിയല്ല, ലാസ്റ്റ് ഫോഴ്സ്. ദർ ഈസ് വൺ മോർ ഫോഴ്സ്. എന്താണ്? ഇവിടെ ഒരു സ്ട്രിങ് വെച്ചിട്ടാണല്ലോ ഇതിനെ കെട്ടി വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥലവും ഈ റോളറിന്റെ സെന്ററും കൂടി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രിങ് ഉണ്ട്. സോ സ്ട്രിങ്, ഒരു റോളറിന് ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ താണുകാണ് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഓൾവേസ് ദർ വിൽ ബി എന്തെന്ന് ഒരു ടെൻഷൻ ആക്ട് ചെയ്യും. ടെൻഷൻ എപ്പോഴും അങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓൾവേസ് ടെൻഷൻ വിൽ ബി ആക്ടിങ് ഔട്ട്വേർഡ്സ്, അല്ലെ? സെന്ററിന്ന് പുറത്തേക്ക് ആണ് ടെൻഷൻ എപ്പോഴും ആക്ട് ചെയ്യുക. കാരണം നമ്മൾ ടെൻഷൻ എപ്പോഴും പ്രകടിപ്പിക്കും ബാക്കിയുള്ളവരുടെ മുന്നിൽ. അപ്പം എൻ്റെ പ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ടെൻഷൻ പുറത്തേക്ക് പ്രകടിപ്പിച്ചതായിട്ട് കാണിക്കാം. സോ അതെന്ന് വെച്ചാൽ ടെൻഷൻ ടി. ഇനി ഇതിൻ്റെയൊക്കെ പ്രത്യേകത, ടെൻഷൻ എടുത്ത് നോക്കിയോ, ഏത് വഴിയാണ് പാസ് ചെയ്യുന്നത്? അതും പാസ് ചെയ്യുന്നത് സെൻറ്ററിൽ കൂടെ തന്നെയല്ലേ. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ തന്നെയാണ്. ഇതാണ് സെൻറ്റർ. ടെൻഷൻ വിൽ ബി പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് ദ ബോഡി. സോ വി ഒബ്റ്റൈൻഡ് 3 ഫോഴ്സസ്. ഇനി എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ നമ്മൾ മാർക്ക് ചെയ്യാത്തതോ കണ്ടുപിടിക്കാൻ മറന്നുപോയതോ? ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടോ നോക്കിയേ. എനിക്കുള്ള ടെൻഷൻ കിട്ടി, വെയിറ്റ് കിട്ടി, റിയാക്ഷൻ കിട്ടി, ഞാൻ ഇനി ഒന്നും മറന്നു പോയിട്ടില്ല. സോ 3 ഫോഴ്സസേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഇനി എനിക്ക് അറിയേണ്ടത് 3 ഫോഴ്സസിന്റെയും ആംഗിൾ ഒക്കെയാണ്, അല്ലേ? അപ്പം ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് നടത്തുന്ന നോക്കിക്കോ. പ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇത് ഞാൻ റഫായിട്ട് വരച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇത് റഫായിട്ട് വരച്ചു നോക്കാം, ഏതൊക്കെയാണ് ഫോഴ്സസ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫിഗറിന്റെ നമ്മളെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നതാണ്. സോ ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു. എന്തായാലും സെന്റർ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. ഫ്രീ ബോഡി ഡയഗ്രാം, ആ റോളറിന്റെ സെന്റർ അവിടെ. ഇനി എല്ലാ ഫോഴ്സസിനെയും ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ ഫോഴ്സസിനെയും. ഫസ്റ്റ് ഓഫ് ഓൾ weight acting downwards, that will be equal to 588.6 588.6 Newton. Okay. Next, reaction is acting like എന്താ ഒരു ഇൻക്ലൈൻഡ് മാനറിലാണ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. Reaction is almost acting like this. Okay. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വിൽ ബി ത്രൂ ദ സെന്റർ ഓഫ് ദ ബോഡി. ഓക്കെ, എപ്പോഴും ഈ ഒരു ഫോഴ്സിന്റെ ഏതൊരു ഫോഴ്സ് എടുത്താലും അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വിൽ ബി ത്രൂ ദ സെന്റർ ഓഫ് ദ ബോഡി. അതും വരച്ചു. നെക്സ്റ്റ് അതിന്റെ പേരെന്താണ്? റിയാക്ഷൻ. തൽക്കാലം 6 മാത്രമേ കൊടുക്കുള്ളൂ, 6. നെക്സ്റ്റ് ഈസ് ടെൻഷൻ. ടെൻഷൻ ഈസ് ആക്ടിങ് അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ. സോ അതും വരച്ചു. ദിസ് ഈസ് ടെൻഷൻ ടി. ഇനി എനിക്ക് ആംഗിളൊക്കെ അറിയണം. ആംഗിൾ അറിയണമെങ്കിൽ എനിക്ക് ഒന്നാമത് അറിയേണ്ട സാധനം എന്ന് വെച്ചാൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടെ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ആ മെത്തേഡിലേക്ക് ഞാൻ ഫസ്റ്റ് പോവാണ്. ഫസ്റ്റ് ഐ ആം ഡ്രോയിങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും മതി. അത് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഞാൻ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഡ്രോ ചെയ്യാം. ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ ആ ബോഡീൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇനി എനിക്ക് സുഖമായിട്ട് ആംഗിൾ കണ്ടുപിടിക്കാം, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എനിക്കറിയാം, അങ്ങോട്ടേക്കാണ്
ഈ ഒരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ അത് ഞാനൊന്ന് വെറുതെ മാർക്ക് ചെയ്തു, കാരണം എനിക്ക് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഇതായിരിക്കും. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ നിങ്ങൾ ആ രണ്ട് ഫിഗറിൻ്റെ അകത്തും എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കുക. ഇനി എനിക്ക് അറിയേണ്ട ആംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെയാണ് എനിക്ക് അറിയേണ്ട ആംഗിൾസ്? ഒന്ന്, എനിക്ക് എയ്തർ ഈ ഒരു ആംഗിൾ അറിഞ്ഞിരിക്കണം, ഓർ ഈ ഒരു ആംഗിൾ അറിഞ്ഞിരിക്കണം. ഏത് ആംഗിൾ എങ്ങനെ അറിയാം? അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ് ട്രിക്ക് ഉള്ളത്? ദിസ് ആംഗിൾ ഈസ് 45. അപ്പോൾ വേറെ ഏത് ആംഗിൾ ആയിരിക്കും 45? ഈ ആംഗിൾ എത്രയായിരിക്കും? ലെഫ്റ്റ് സൈഡ് 45-നല്ലേ? അല്ലേ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഈ ഒരു ട്രയാംഗിൾ എടുത്ത് നോക്കൂ. ഈ ഒരു ചെറിയ ട്രയാംഗിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് 45 ആണ്, നെക്സ്റ്റ് സൈഡ് വിൽ ബി 90 ആൻഡ് ദ ലാസ്റ്റ് സൈഡ് ഓൾസോ വിൽ ബി 45. സോ വെൻ ദിസ് സൈഡ് ഈസ് 45, ഇനി ഈ ഒരു വലിയ ട്രയാംഗിൾ എടുത്ത് നോക്കൂ. ഈ ഒരു ട്രയാംഗിൾ എടുത്തു, ഈ ഒരു ആംഗിൾ 45, this angle will be 90, so this angle will be 45. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണേ. അതുകൊണ്ടാണ് കുറച്ച് വലുതാക്കിയിട്ട് വരക്കണം എന്ന് പറയുന്നത്, എന്നാലും നമുക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവണം പെട്ടെന്ന്. മനസ്സിലായി? ആ ആംഗിൾ എത്ര എടുത്തു? 45 എങ്ങനെ എടുത്തു? അതായത് ആ ആംഗിൾ എന്ന് പറയുന്നത് എവിടെ വരുന്ന ആംഗിളാണ്? ഈ ആംഗിൾ ഞാൻ എടുക്കുകയാണ്. ഏത് ആംഗിൾ? ഇവിടെ വരുന്ന ആംഗിളാണ്. ഓക്കെ, ആ ആംഗിൾ 45 ആണെന്ന് പറഞ്ഞു. ഈ ആംഗിൾ എവിടെ വരുന്ന ആംഗിളാണ്? നമ്മളെ ഫ്രീ ബോഡി, നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരക്കുമ്പോഴത്തേക്ക് ഈ ആംഗിൾ എവിടെ വരും? ഓൾവേസ് ലൈസ് ഹിയർ. ഓക്കെ, അപ്പോൾ അത് ഞാൻ അവിടെ മാർക്ക് ചെയ്യുക. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഈ ആംഗിൾ എനിക്ക് കിട്ടി 45. നെക്സ്റ്റ്, ഇത് 45 ആണെന്ന് കിട്ടി. ഓക്കെ, അത് പോയിക്കോട്ടെ. പിന്നെ എനിക്ക് ഏത് ആംഗിൾ കിട്ടണം? ഇവിടെ ഒരു 15 എന്ന് പറഞ്ഞൊരു ആംഗിൾ തന്നിട്ടുണ്ട്, 15 ഡിഗ്രി. എനിക്ക് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ആംഗിൾ അറിയണം. ഇനി ഈ റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന ആംഗിൾ എനിക്ക് കിട്ടി. അതായത് ഇത് 45, മേ ബി ഇതും എന്ത് തന്നെയായിരിക്കും, ഇപ്പുറത്തെ സൈഡും 45. അതിനെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു ആംഗിൾ കിട്ടിയാൽ മതി അവിടുത്തെ. സോ അതിനെ ഒഴിവാക്കി. ഇനി എനിക്ക് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ആംഗിൾ അറിയണം. അതായത് അത് ആക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ആംഗിളാണ് എനിക്ക് അറിയേണ്ടത്. ഈ കാണുന്ന ആംഗിൾ കാണുന്നുണ്ടോ? ഞാൻ എവിടെ മാർക്ക് ചെയ്തത്? ഈ ഒരു ആംഗിൾ. ഒന്നുകിൽ ഇതറിയണം, അല്ലെങ്കിൽ ഏത് ആംഗിൾ അറിയണം? ഈ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെയുള്ള ആംഗിൾ അറിയണം. ഇത് രണ്ടും അറിയാൻ വേണ്ടി നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ? ഇവിടെ 15 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അറിയേണ്ടത് എയ്തർ ഈ ആംഗിൾ അല്ലെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ. നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്താണ് അതിൻ്റെ ഐഡിയ എന്താണുള്ളത്. സിമ്പിളാണ്. സ്വന്തമായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണത് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ കണ്ടുപിടിച്ച പോലെ തന്നെ ഞാനൊരു എക്സാമ്പിൾ തരാം. കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ കിട്ടും. കൺസിഡർ ദിസ് ട്രയാങ്കിൾ, ഓൾവേസ് ദിസ് ആംഗിൾ വിൽ ബി എന്ത്? 90 ഡിഗ്രി and this angle will be 15, already provided ആണ്. സോ ദിസ് ആംഗിൾ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അപ്പം പരിപാടി കഴിയും, സിമ്പിളായിട്ട് കഴിയും. ആർക്കെങ്കിലും കിട്ടിയതുണ്ടോ നോക്കി ഇത്ര ആംഗിൾ എന്നുള്ളത്?
ഞാൻ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് ചെയ്ത് നോക്ക്. ആ ഒരു ട്രയാങ്കിൾ മാത്രമേ കൺസിഡർ ചെയ്യണ്ടൂ. ട്രയാങ്കിൾ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്ത് തരാം. വിച്ച് ട്രയാങ്കിൾ ടു ബി കൺസിഡേർഡ് ഞാൻ ഷെയ്ഡ് ചെയ്ത് തരാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഈ സൈഡ് 15 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡ് 90 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് അറിയേണ്ടത് ബാക്കിയുള്ള ഇപ്പുറത്തെ സൈഡ് എത്രയായിരിക്കും. 45 അല്ല, 75 എന്തായാലും ആയിരിക്കില്ലല്ലോ. ആ അങ്ങനെ 75 ആണ് ഈ ആംഗിൾ എന്നല്ലേ. ഓക്കെ ഓക്കെ, അത് മനസ്സിലായി. ആരായിരുന്നു പറഞ്ഞേ? അശ്വന്ത. 75 ആണ്, 75. ആരായിരുന്നു എനിക്ക് ടൈപ്പ് ചെയ്തൊന്ന് വിട്ട്. 75 അശ്വന്ത് കണ്ടുപിടിച്ചത് കറക്റ്റാണ്. വേറെ ആരോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 30 ഡിഗ്രി. ആ, നീഹാഷറിൻ ഫാത്തിമ, എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടാ? ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഇത് ഇരിക്കുകയാണ്. സോ ഞാൻ ഒന്ന് സൂം ചെയ്യുന്നുണ്ടേ, എന്നാലേ നമുക്കിത് ഈ ഒരു ആംഗിള് ഇത് 45 ആണേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് ഓൾസോ വിൽ ബി 45. ആ ലോജിക്ക് അവിടെ വെച്ചേക്ക്, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് മൊത്തം ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒരു സൈഡ് 45 ആണെങ്കിൽ നെക്സ്റ്റ് സൈഡ് ഓൾസോ വിൽ ബി 45. അവിടെ കിട്ടെ. നമ്മൾ പക്ഷേ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ഏത് ട്രയാങ്കിളാണ്? മനസ്സിലാവാത്ത ആൾക്കാർ ഇങ്ങോട്ടേക്ക് നോക്കിക്കോ. നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്. ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഈ സൈഡ് 15 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, ഈ സൈഡ് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം ഈ ഒരു ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കാരണം ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ ഐ ഷുഡ് ഗെറ്റ് 180. എനിക്ക് ഏതൊക്കെ രണ്ട് ആംഗിൾ അറിയാം, പക്ഷെങ്കിൽ ഇത് രണ്ടും അറിയാം. സോ 180 മൈനസ് 90 പ്ലസ് 45. 45 അല്ലല്ലോ, 15 അല്ലേ? 15. ഇത് ചെയ്താൽ എത്ര കിട്ടും? ആൻസർ വിൽ ബി 75. സോ ഈ ഒരു ഫുൾ ഏരിയ എന്ന് വെച്ചാൽ 75 ഡിഗ്രിയാണ്. അതിൽ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം അറിയാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. സോ റെസ്റ്റ് എത്രയായിരിക്കും ബാക്കിയുള്ളത്? ഇത്രയും ഭാഗം 45 ആയിരിക്കും. മൊത്തം ആംഗിൾ 75 ആണ്. സോ ബാക്കി എത്രയേ ഉള്ളൂ? ഈ ഒരു ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ട് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ബാക്കിയുള്ളവർ ഈ വീഡിയോ കുറച്ച് എടുത്ത് ഇങ്ങനെ നോക്കുക, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ എനിക്ക് ആ ഒരു ആംഗിൾ കിട്ടിയേ. സോ ആ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? എനിക്ക് ആ തന്നിരിക്കുന്ന ആംഗിൾ ഇവിടെയാണ്. ഈ ഒരു ആംഗിൾ, ഈ 30 ഡിഗ്രി, ഞാനിപ്പോൾ കണ്ടുപിടിച്ച 30 ഡിഗ്രി ഇവിടെയാണുള്ളത്. സോ ദിസ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഈ കാണുന്നതൊക്കെ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പിന്നെ നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ടായ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഞാൻ വരച്ചത്. സോ ഇപ്പൊ ഈ ഫോഴ്സസ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ ആൻഡ് വെയിറ്റ് എവിടുന്ന സെൻട്രൽ പോയിന്റ് നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് മാത്രം ഞാൻ ഏതോ പുറത്തു സ്ഥലത്തു നിന്നാണ് വരച്ചിട്ടുള്ളത്. സോ എൻ്റെ ഫൈനൽ ഫിഗർ എന്തായിരിക്കും? എനിക്ക് അതിനെയും കൂടി മാറ്റി വരക്കണം. ഓക്കെ, അതിനെയും കൂടി എനിക്ക് മാറ്റിയിട്ട് നല്ല വൃത്തിക്ക് വരക്കാനുണ്ട്. സോ അതിനെ മാറ്റി വരയ്ക്കുന്ന സമയത്ത് ഇനിയാണ് നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, ഫിഗർ നല്ല വൃത്തിക്ക് വരക്കല്.
വൃത്തിക്ക് വരക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് വരച്ചോളാം, എക്സ് ആക്സിസും വൈ ആക്സിസും അവിടെ വരച്ചു വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സെൻട്രൽ പോയിന്റിൽ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അവിടെ വരച്ചിട്ട് നെക്സ്റ്റ് ആണ് നമ്മൾ ഓരോ ഫോഴ്സസിനെ അവിടെ മാർക്ക് ചെയ്യേണ്ടത്. സോ മൈ ഫസ്റ്റ് ഫോഴ്സ് ഈസ് ഏത്, ഇവിടുന്ന് ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് ഇതാണ്. അവിടെ പോയി സോ ഫസ്റ്റ് ഫോഴ്സ് ഡൗൺവേർഡ്. നെക്സ്റ്റ് ഫോഴ്സ് ടെൻഷൻ ആക്ടിങ് ടുവേർഡ്സ് ഇങ്ങോട്ട് വിത്ത് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾ 30 ഡിഗ്രി. The name of force is tension and another force reaction ആണ്. സോ റിയാക്ഷൻ നമുക്കറിയാം, റിയാക്ഷൻ മാത്രമേ പുറത്തുനിന്ന് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ അതിനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ റിയാക്ഷൻ എനിക്ക് ത്രൂ ഔട്ട് ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുവരാമല്ലോ. ഓക്കെ, സോ ഞാൻ റിയാക്ഷൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കും. ഇപ്പോൾ ഈ പുതിയ ഫിഗറിൻ്റെ അകത്ത് അതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്. റിയാക്ഷനെ ഞാൻ എടുത്തു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്ന് വെച്ചു. Okay, this will be my R reaction and the angle is 45 degree. ഒന്നിക്കിൽ either ഇവിടെ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ താഴത്ത് മാർക്ക് ചെയ്യാം. 45 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യും. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആദ്യം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം റഫായിട്ട് ഇപ്പുറം ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റഫായിട്ട് വരയ്ക്കുന്ന ഫ്രീ ബോഡി ഡയഗ്രാം. ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ വരക്കാം. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് ഇത് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, ഇത് വരക്കണമെന്നില്ല. ഈ ബോഡി തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പം ധാരണയായിട്ടുണ്ട്. നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ട് ഈ റിയാക്ഷനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ധാരണയുണ്ടാവും. സോ അതിനെ കൊണ്ടുവന്നാൽ തന്നെ ഇവിടുന്ന് ഈ ഒരു ആംഗിൾ ആയിരിക്കും നമുക്ക് 45 എന്ന് അറിയാം. സോ അത് എഴുതാം. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ലാമീസ് തിയറം വെച്ചിട്ടായിരിക്കും അല്ലേ. 3 ഫോഴ്സസ് ആയതുകൊണ്ട് എല്ലാവരും ലാമീസ് തിയർ ആയിരിക്കും യൂസ് ചെയ്യുക. അതാണ് പെട്ടെന്ന് തീരുന്നത്. പക്ഷെ പെട്ടെന്ന് തീരുന്ന വേറൊരു മെത്തേഡ് ഞാനിപ്പം പറഞ്ഞു തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യേണ്ടത്. അതും ഒന്ന് ചെയ്ത് നോക്കോ. നമുക്ക് എടുത്തോ ഓരോ ഫോഴ്സ്. ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചോ, ടി എത്രയാണ്, റിയാക്ഷൻ എത്രയാണെന്നുള്ളത്. ടെൻഷൻ എത്ര, റിയാക്ഷൻ എത്ര, ഫൈനൽ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. ഫുൾ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു നമ്മളുടെ മറ്റേ മെത്തേഡിൽ കാൽക്കുലേറ്റർ മെത്തേഡിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സിഗ്മ എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 1 ഉള്ളത് ആർ പോസിറ്റീവ്, ആർ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് കൊണ്ട് പോസിറ്റീവ്. സോ ആർ സൈൻ 45 because there is no angle given. ആ ഒരു പോയിന്റിൽ സൈൻ 45. നെക്സ്റ്റ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് കൂടെയുള്ള ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക്. സോ നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ടെൻഷൻ ടി, angle is provided, so there will be cos 45 and no other forces in x direction. So sigma f of x is equal to what will be the value 0 because it is in equilibrium.
ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സിഗ്മ എഫ് ഓഫ് വൈ. കുറെ പേര് ലാമീസ് തിയറം വെച്ച് ചെയ്യുന്നുണ്ടാവും, അത് വിഷയമില്ല. ഞാൻ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ മെത്തേഡിൽ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ സിഗ്മ എഫ് ഓഫ് വൈ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫോഴ്സ് ആറിനെ ഞാൻ തൽക്കാലം ഇതെടുക്കുന്നു, ടെൻഷൻ്റെ ഫോഴ്സ് എടുക്കുന്ന ശേഷം ഫസ്റ്റ് ആയിട്ട്. സോ മൈ ഇക്വേഷൻ വിൽ ബി മുകളിലേക്കായിരിക്കും ടെൻഷൻ്റെ ഈ ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ മുകളിലേക്കായിരിക്കും. സോ ടി അവിടെ സൈൻ 30, ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 45 അല്ല 30. ഓക്കെ, ടി സൈൻ 30 മുകളിലേക്ക്. നെക്സ്റ്റ് ആറിൻ്റെ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ അതും മുകളിലേക്ക് തന്നെയാണ്, ബട്ട് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ കോസ് ആണ് അവിടെ വരിക. പ്ലസ് ആർ കോസ് 45 കംപ്ലീറ്റ് ആയിട്ടില്ല. വൺ മോർ ഫോഴ്സ് ഈസ് ദർ ടുവേർഡ്സ് ഡൗൺവേർഡ്സ്. അതിന് കോസും സൈനൊന്നും ഉണ്ടാവില്ല, അത് ഓൾറെഡി നേർവഴിയിലേക്കാണ് വരുന്നത്. ബട്ട് ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് വരും. -588.6 and all will be equal to 0. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അൺനോൺസ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മളുടെ ആറ്. ഓക്കെ, അൺനോൺസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ആറ്, ടി. ആറും അറിയില്ല, ടിയും അറിയില്ല. സോ ഒരു ഇക്വേഷൻ്റെ അകത്ത് അതുണ്ട്. നെക്സ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് ടി ആണ് ആദ്യം ഉള്ളത്, സെക്കൻഡ് ഉള്ളത് ആറ്, പിന്നെ കോൺസ്റ്റന്റ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ നമ്മൾ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതണം. ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നും ചെയ്യാനില്ല, കാരണം ഒന്നാമത്തെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെയാണ് ഉള്ളത്. ബിക്കോസ് അൺനോൺ, അതായത് എക്സോ വൈയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒന്ന് അറിയാത്ത ടേം ഉണ്ട്, നെക്സ്റ്റ് അറിയാത്ത ടേമിൻ്റെ രണ്ടാമതുണ്ട്, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0 കൊടുത്തിട്ടുണ്ട്. സോ ഐ ആം ചേഞ്ചിങ് സെക്കൻഡ് ഇക്വേഷൻ. അതിനെ റീഅറേഞ്ച് ചെയ്യാം, കാരണം ഫസ്റ്റ് ടേം 6 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് എൻ്റെ ഈ ഒരു ഇക്വേഷനകത്ത് ഞാൻ എഴുതിയപ്പോഴത്തേക്ക് ടി ആയിപ്പോയി സ്റ്റാർട്ടിങ്ങിൽ. സോ 6 വെച്ചിട്ടുള്ള ഇക്വേഷൻ ആക്കുന്ന സമയത്ത് എന്താവും, ഇവിടെ എന്താ ഉള്ളത്, പ്ലസ് ആർ കോസ് 45. സോ ആർ കോസ് 45 വരും. ആർ കോസ് 45. നെക്സ്റ്റ് രണ്ടാമത്തെ ടേം വരുന്നതെന്ന് വെച്ചാൽ ടി വെച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കണം. സോ എൻ്റെ അടുക്ക ഇവിടെ ഞാൻ ഫസ്റ്റ് ആയിപ്പോയിരുന്നു ടി വെച്ച് എഴുതിയത്, ഇവിടെ ഞാൻ എഴുതുന്നു സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ടി സൈൻ 30. ആൻഡ് ഇത് വിൽ ബി ഈക്വൽ ടു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി എഴുതാൻ വേണ്ടി. അതായത് ഇപ്പുറത്തെ സൈഡ് -588.6 എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായത്, അത് കോൺസ്റ്റന്റ് അപ്പുറം പോകുമ്പോൾ എന്താവും, 588.6 ആവും. ഓക്കെ, 588.6. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് 6 അൺനോൺ ആയിട്ടുള്ള 6 നമ്മളെ പണ്ടത്തെ എക്സ് ആണെന്ന് വിചാരിക്കും, ഇതാണ് നമ്മളുടെ എക്സ് എന്ന് വിചാരിക്കും 6 എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഇക്വേഷൻ്റെ അകത്ത് ആരെന്നെ ഉണ്ട്, എക്സ് അല്ലെങ്കിൽ 6. സോ എക്സിന്റെ ടേമുള്ള ഒരു വാല്യൂ ഉണ്ട്. നെക്സ്റ്റ് മൈനസ് അടുക്ക് ടി, ഇതാണ് നമ്മളുടെ വൈ എന്ന് വിചാരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഇക്വേഷൻ്റെ അകത്തും ടി ഉണ്ട്, ഇതാണ് നമ്മളുടെ വൈ. സോ എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു 0. അതേപോലെയല്ലേ എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു എന്തൊരു വാല്യൂ. സോ എക്സും വൈയും എനിക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ എടുക്കുക, ഇക്വേഷൻ എടുക്കുക, രണ്ട് അൺനോൺസാണ് ഉള്ളതെന്ന് കൊടുക്കുക. എന്നിട്ട് ഒന്നാമത് വരുന്ന എ എന്ന് പറഞ്ഞ സാധനം ഏതായിരിക്കും, ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് എ എവിടെയായിരിക്കും ഉണ്ടാവുക, സൈൻ 45 ആണ് നമ്മളുടെ A1. B1 എന്ന് പറയുന്നത് കോസ് 45. C1 മൈനസ് കോസ് 45 ആണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. സോ മൈനസ് കോസ് 45 ആണ് B1. C1 എന്ന് പറയുന്നത് ഈ 0 ആണ്. നെക്സ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ A2 എന്ന് പറയുന്നത് കോസ് 45, B2 എന്ന് പറയുന്നത് സൈൻ 30 ആൻഡ് C2 എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ എടുക്കുക,
ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ചെയ്ത് നോക്കോ. മനസ്സിലാവേണ്ടൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഒരു പ്രോബ്ലം തന്നെ 2 മെത്തേഡിൽ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒന്നിക്കൽ ലാമിസ് തിയറം വെച്ചിട്ട് ചെയ്യാം. ഇനി അഥവാ അത് ഞാൻ ഇന്നലെ ഒരു മെത്തേഡ് കാണിച്ചതുകൊണ്ട്, കാൽക്കുലേറ്ററിൻ്റെ അകത്ത് നമുക്കിത് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് വെച്ചിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് സിഗ്മ എഫ് ഓഫ് ഐനെ എഴുതുക, അതൊന്ന് റീഅറേഞ്ച് ചെയ്യുക, എന്നിട്ട് നമുക്ക് അറിയാത്ത വാല്യൂസ് എടുത്ത് എഴുതുക. ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എക്സിൻ്റെ വൈ ടീൻ്റെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അതൊന്ന് ചെയ്യാം. ഇന്നത്തെ നമ്മളെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആൻസർ 428.7